We discuss linear algebra vector spaces. Okay, so what is a vector space? Let V be a non-empty set with two operations, vector addition and scalar multiplication. Then V is called a vector space if the following axioms hold for any vectors u, v, w element of V. So here these are the axioms. U plus V plus W is equal to U plus V plus W. That is an associative one. And there is a vector in V denoted by 0 and called 0 vector such that for U element of vector V, vector space V, then U plus 0 is equal to 0 plus U, that is equal to U. And for each U element of vector space V, there is a vector in V denoted by minus U and called the negative of U such that U plus negative U is equal to negative U plus U, that is equal to 0. And next one, U plus V is equal to V plus U. Then K into U plus V is equal to KU plus KV for any scalar K element of capital K. That means the scalar field K. Then A plus B into U is equal to AU plus BU for any AB element of K and U element of V. And AB into U is equal to A into BU for any scalars AB element of K. And 1 into U is equal to U for the unit scalar 1 element of K. അപ്പോൾ ഒരു വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ അതൊരു നോൺ എംപ്റ്റി സെറ്റാണ് വിത്ത് ടു ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ്? വെക്ടർ അഡീഷൻ അതുപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ അഡീഷനിൽ യു വി എന്ന് പറയുന്നത് വിയുടെ എലമെൻറ്റ്സ് ആണ്. അത് ആണെങ്കിൽ യു പ്ലസ് വി എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ സം ഓഫ് ദീസ് ടു വെക്ടേഴ്സ് ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് V. Then scalar multiplication എന്ന് പറയുമ്പോൾ then here we have a scalar value k that is an element of the scalar field k and u is an element of vector space V. Then ku is an element of V. Then V is called a vector space. എങ്ങനെയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ആക്സിയോംസ് ഉണ്ട്. അപ്പോൾ ഈ ആക്സിയോംസ് ഹോൾഡ് ചെയ്യുന്നതാണ് എന്തായിട്ട് പറയുന്നത്? നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 വെക്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സ് ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ആർ യു, വി ആൻഡ് ഡബ്ല്യു. ആൻഡ് ഹിയർ ദിസ് യു, വി, ഡബ്ല്യു ഇസ് എൻ എലമെൻറ്റ് ഓഫ് വി. ദെൻ ഇപ്പോൾ യു, വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ഓക്കെ, നമ്മൾ അസോസിയേറ്റീവിലോ കമ്മ്യൂട്ടേറ്റീവിലോ ഒക്കെ ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ദെൻ അടുത്തതാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വെക്ടറിനെയും നമ്മളൊരു സീറോ വെക്ടറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തന്നെയാണ് കിട്ടുന്നത്? ആ ഒരു പെർട്ടിക്കുലർ വെക്ടർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ യു പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് യു ഈസ് ഈക്വൽ ടു യു. നെക്സ്റ്റ് ഒരു നെഗറ്റീവ് യു. ഓക്കെ, സോ യു പ്ലസ് നെഗറ്റീവ് യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് യു പ്ലസ് യു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു വെക്ടറും അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്, അതായത് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു. ആൻഡ് ഓൾ ദീസ് ആർ ബിലോങ്സ് ദി അഡീഷൻ. ഓക്കെ, അതായത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അഡിറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ കൺസേൺ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മെയിനായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ ഓഫ് ദി ഒരു സ്കേലർ വാല്യൂ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് വരുന്ന 4 തിയറംസ് പറയുന്നത്. സോ കെ ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് കെ വി, ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്കേലർ വാല്യൂ ആണ്. ദാറ്റ് കെ ഈസ് എൻ എലമെൻറ്റ് ഓഫ് കെ സ്കേലർ ഫീൽഡ് ക്യാപിറ്റൽ കെ. Then a plus b into u is equal to au plus bu. ഇവിടെ 2 സ്കേലാർ വാല്യൂ അതിൻ്റെ സമ്മിൻ്റെ കൂടെ ഒരു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? a plus b into u is equal to au plus bu for any ab an element of v. ab an element of k and u an element of v. Then ab into u is equal to a into bu. Then
there is a unit scalar 1, and here by multiplying 1 into u we will get the same value, that is u. Okay, അടുത്തത് first for concerned with the additive structure of V. Here V is a commutative group under addition, that is any sum V1 V2 etc plus V1 of vectors requires no parenthesis and does not depend on the order. Here the 0 vector 0 is unique and the negative minus u of a vector u is unique. Then if u plus w is equal to v plus w, then u is equal to v. Okay, അതായത് രണ്ട് വെക്ടേഴ്സ് യു വി, ഈ രണ്ട് സൈഡിലും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വേറൊരു വെക്ടർ കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് സെയിം തന്നെയാണ്. യു ഇസ് ഈക്വൽ ടു വി, യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു ഇസ് ഈക്വൽ ടു വി ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, യു മൈനസ് വി ഇസ് ഈക്വൽ ടു u plus minus v, where v is the unique negative of v. Okay, then last for concern with the action of the field k of scalars, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ പറയേണ്ട കാര്യങ്ങൾ, ആ വെക്ടർ സ്പേസിൽ നമുക്ക് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ചില ആക്സിയോംസ് ആണ്. അപ്പോൾ ആ ആക്സിയോംസ് ഫോളോ ചെയ്യുന്നതാണ് എന്ത്, ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ വെക്ടർ അഡീഷൻ ഉണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇതാണ് മെയിനായിട്ട് വരുന്ന രണ്ട് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ദിസ് വെക്ടേഴ്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ദിസ് ഈസ് അസോസിയേറ്റീവ്, ആൻഡ് ദർ ഈസ് എ യുണീക്ക് വെക്ടർ 0 and that is called the 0 vector. Then for each vector there is a unique vector minus u or any unique value, and here this u plus minus u is equal to what, 0. And there is a rule called scalar multiplication which associates with the each scalar value. Okay, if all these conditions are satisfied, then we shall say V is a vector space over the field. Then this vector addition is a mapping from V to V to V. Okay, V cross V to V. Then scalar multiplication is a mapping from K into V to V. അതായത് നമ്മൾ ഏത് രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ ഒരു വെക്ടർ ആയിരിക്കും. അതുപോലെ ഒരു സ്കേലാർ വാല്യൂ നമ്മളൊരു വെക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഒരു വെക്ടർ തന്നെയായിരിക്കും. ഓക്കെ, ഹിയർ കെ ഇസ് എ സ്കേലാർ ഫീൽഡ് ഓഫ് ദി വെക്ടർ സ്പേസ് വി, ആൻഡ് ഹിയർ വി ഈസ് കോൾഡ് ദി റിയൽ വെക്ടർ സ്പേസ്. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു ആർ, ദ ഫീൽഡ് ഓഫ് here this R is a field of real numbers, and if V is called a complex vector space if F is equal to C, that is the field of complex numbers. Okay, അപ്പോൾ ഇവിടെ ഒരു വെക്ടർ സ്പേസ് റിയൽ വെക്ടർ സ്പേസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ഫീൽഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, കോംപ്ലക്സ് വെക്ടർ സ്പേസ് എങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് എന്തായിരിക്കണം, അതൊരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു ഫീൽഡ് ആയിരിക്കണം. ദെൻ the first theorem, let V be a vector space over the field K for any scalar K, an element of capital K, and 0 is an element of vector space V, then K 0 is equal to 0. ഇവിടെ ഡിഫറെൻറ്റ് തിയറംസ് അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് K 0 is equal to 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 0 + 0 എന്ന് പറയുന്നത് തന്നെയാണ് 0 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതൊരു വെക്ടറിനെ കൂടെയും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 0 വെക്ടറാണ്. അപ്പോൾ K ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു K0. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ K0 + K0 എന്നാക്കി നമുക്ക് എഴുതാം. ഈ രണ്ട് സൈഡിലും -K0 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, K0 - K0, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു K0 + K0 - K0. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയി, റൈറ്റ് ഹാൻഡ് സൈഡ് K0 ആയി. ഓക്കെ, സോ വി ഗോട്ട് ദി ആൻസർ K0 is equal to 0. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതുന്നത്. ഓക്കെ അല്ലേ, K0 is equal to 0 നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, K0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 0 + 0 നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ -K0 വെച്ച് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. ഓക്കെ,
Next one, let V be a vector space over the field capital K for 0 is an element of K and U is an element of V, then OU is equal to 0. Here we have a proof. ഇവിടെ എന്താ ചെയ്യുന്നത്? 0 ഒരു സ്കെയിലാർ വാല്യൂവിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇൻറ്റു യു എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിലൊരു വെക്ടറാണ്, ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഒ യു ഇസ് ഈക്വൽ ടു 0 യു ഇസ് ഈക്വൽ ടു 0 + 0 ഇൻറ്റു യു. ഇത് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന സെയിം മെത്തേഡ് തന്നെ ഇവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ 0 യു ഇസ് ഈക്വൽ ടു 0 യു + 0 യു. അപ്പോൾ രണ്ട് സൈഡിലും -0 യു വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 0 യു -0 ഇസ് ഈക്വൽ ടു 0 യു എന്ന് കിട്ടി. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു 0 യു എന്നുള്ള ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, then third one, let V be a vector space over the field K if Ku is equal to 0 where K element of the scalar field capital K and U is an element of vector field V, then K is equal to 0 or U is equal to 0. അതായത് KU 0 ആണ് എങ്കിൽ അവിടെ K എന്ന് പറയുന്നത് ഒരു സ്കേലാറും U എന്ന് പറയുന്നത് ഒരു വെക്ടറുമാണ്. അപ്പോൾ ഇവിടെ 0 ആണ് എങ്കിൽ ഒന്നുകിൽ K ആയിരിക്കും 0, അതല്ലെങ്കിൽ U ആയിരിക്കും 0 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? K 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ദെൻ ദർ എക്സിസ്റ്റ് എ സ്കേലാർ. അപ്പം ഇവിടെ ഇത് K ഇൻവേഴ്സ് ആണ്, ഇത് K ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ K എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആണ് എങ്കിൽ K ഇൻറ്റു K ഇൻവേഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ K ഇൻറ്റു K ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ K ഇൻവേഴ്സ് ഇൻറ്റു Kയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഇപ്പോൾ 2 ആണ് നമ്മുടെ വാല്യൂ എന്ന് വിചാരിക്കാം. K is equal to 2 ആണ് എങ്കിൽ 2 ഇൻറ്റു K ഇൻവേഴ്സ് 1/2 അല്ലേ വരിക? അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഏതൊരു സ്കേലാർ വാല്യൂവിൻ്റെ കൂടെയും അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ K is equal to നോൺ സീറോ ആണ് എങ്കിൽ അവിടെ ഒരു K ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ K ഇൻറ്റു K ഇൻവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പം നമുക്കിവിടെ U ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ U ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു U എന്ന് നമുക്ക് എഴുതാം. ഈ 1നെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? K ഇൻവേഴ്സ് ഇൻറ്റു K ആയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ K ഇൻവേഴ്സ് ഇൻറ്റു K ദെൻ U നമുക്ക് എഴുതി കഴിഞ്ഞാൽ K ഇൻവേഴ്സ് ഇൻറ്റു KU എന്നിട്ട് നമുക്ക് എഴുതാമല്ലോ. അസോസിയേറ്റീവ് റോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ആ അസോസിയേറ്റീവ് ലോ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K ഇൻവേഴ്സ് ഇൻറ്റു KU എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ ഇവിടെ K ഇൻവേഴ്സ് ഇൻറ്റു KU നമ്മൾ എന്ത് മാറ്റി? ഇങ്ങനെയാണുള്ളത്. ഇതിന് നമ്മൾ എന്താക്കി മാറ്റി? K ഇൻവേഴ്സ് ഇൻറ്റു KU ആയിട്ട് നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, ദെൻ ഈ KU എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് തന്നിട്ടുണ്ട്? 0 ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ K ഇൻവേഴ്സ് ഇൻറ്റു 0 എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ K ഇൻവേഴ്സ് ഇൻറ്റു 0 ഏതൊരു വാല്യൂവിനെയും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വാല്യൂ 0 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ K 0 അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഏതായിരിക്കും 0? U ആയിരിക്കും അവിടെ 0 ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, let V be a vector space over the field K for any K element of capital K and any U element of capital V minus K U is equal to K into minus U is equal to minus KU. അപ്പോൾ ഇവിടെ നമ്മുടെ മൈനസ് K ഇൻറ്റു യു എന്ന് പറയുന്നതും K ഇൻറ്റു മൈനസ് യു എന്ന് പറയുന്നതും മൈനസ് KU എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ K0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ K0 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ K ഇൻറ്റു യു മൈനസ് യു എന്ന് വെച്ച് എഴുതാമല്ലോ. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ K ഇൻറ്റു യു പ്ലസ് മൈനസ് യു എന്ന് നമ്മൾ മാറ്റി എഴുതി. ദെൻ K0 ഈസ് ഈക്വൽ ടു KU പ്ലസ് K ഇൻറ്റു മൈനസ് യു എന്ന്. അപ്പോൾ K ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു KU പ്ലസ് K ഇൻറ്റു മൈനസ് യു എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ KUവിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ മൈനസ് KU ഈസ് ഈക്വൽ ടു എന്തായി? K ഇൻറ്റു മൈനസ് യു ആയി.
ദെൻ ഇതുപോലെ നമ്മൾ സ്കേലാർ വെച്ച് ഇതുപോലെ നമുക്ക് എന്ത് സീറോ ആക്കി വെക്കാം? ഇവിടെ ഫസ്റ്റ് വൺ വെക്ടറാണ് നമ്മൾ സീറോ ആക്കിയതെങ്കിൽ രണ്ടാമത്തെ കേസിൽ സ്കേലാർ സീറോ. അപ്പോൾ 0 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു എന്തായിട്ട് നമ്മൾ എഴുതി? കെ പ്ലസ് മൈനസ് കെ ഇൻറ്റു യു. അപ്പോൾ 0u ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് മൈനസ് കെ ഇൻറ്റു യു എന്നാക്കി. ദെൻ ഈ 0u എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് മൈനസ് കെ ഇൻറ്റു യു എന്നാക്കിയാൽ ഈ കെ യുവിനെ നമുക്ക് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിലോ മൈനസ് കെ യു ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു യു ആയിട്ട്. അപ്പോൾ ഈ രണ്ട് 1നെയും 2നെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മൈനസ് കെ യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു മൈനസ് യു ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു യു. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ്. ഈ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമുക്ക് വെക്ടർ സ്പേസിൽ പറയാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് സ്പേസ് കെ എൻ. സ്പേസ് കെ എൻ അല്ലെങ്കിൽ ആർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെ ഈ രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഫീൽഡാണെങ്കിൽ കെ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഡിനോട്ട് ചെയ്യുന്നത് എൻ ട്യൂപ്പിൾസിനെ ആയിരിക്കും. ഓക്കെ, എൻ ട്യൂപ്പിൾസ്, എ സെറ്റ് ഓഫ് ഓൾ എൻ ട്യൂപ്പിൾസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കെ. അതാണ് കെ എന്ന് പറയുന്ന ഫീൽഡ്. ആ ഫീൽഡിൽ എൻ ട്യൂപ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ A1 A2 A3 എക്സെട്ര AN. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ ട്യൂപ്പിൾസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു സ്പേസിൽ കെ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ RN ആണെങ്കിലോ എൻ ട്യൂപ്പിൾസിലെ റിയൽ നമ്പേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അവിടെ റിയൽ നമ്പറിൻ്റെ ഒരു ഫീൽഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിയൽ വെക്ടർ ഫീൽഡാണ് ഇവിടെ കെ എന്ന് പറയുന്ന ഫീൽഡിനാണ്. അപ്പോൾ കെ എന്ന് പറയുന്ന ഫീൽഡിൽ എൻ ട്യൂപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ എൻ ട്യൂപ്പിൾസിനാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പേസ് കെ എൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു വെക്ടർ സ്പേസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ രണ്ട് ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ് രണ്ട് ഓപ്പറേഷൻസ്? ഒന്ന് അഡീഷനാണ്, മറ്റൊന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പോൾ വെക്ടർ അഡീഷൻ ആണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ A1 A2 എക്സെട്ര AN പ്ലസ് B1 B2 എക്സെട്ര BN ആണെങ്കിൽ അതിൻ്റെ സമ്മും എന്ത് തന്നെയാണ്? an element of the vector space എന്നാണ്. അപ്പോൾ അവിടെ A1 പ്ലസ് B1 കോമ A2 പ്ലസ് B2 കോമ AN പ്ലസ് BN. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഇനി ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എങ്കിൽ K ഇൻറ്റു A1 A2 എക്സെട്ര AN ആണ് എങ്കിൽ അതെന്തായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? KA1 KA2 എക്സെട്ര KAN ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ മൈനസ് അതുപോലെ സ്കേലാർ നമ്മൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് മൈനസ് ഓഫ് A1 A2 എക്സെട്ര AN ആണെങ്കിൽ അതെങ്ങനെയാണ്? മൈനസ് A1 മൈനസ് A2 എക്സെട്ര AN എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിനോമിയലാണ്, പോളിനോമിയൽ സ്പേസ്. ഒരു പോളിനോമിയൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ P(t) എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ P(t) ആണ്. ഏതൊരു വെക്ടർ സ്പേസിൽ നമ്മൾ ആ ഒരു ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റലാണ്. ഇപ്പോൾ ക്യാപിറ്റൽ P(t) ഡിനോട്ട്സ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ദ ഫോം എന്താ? A0 പ്ലസ് A1t പ്ലസ് A2t സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AN t റേസ് ടു n. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വെക്ടർ അഡീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? P(t) പ്ലസ് Q(t) എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് ദ യൂഷ്വൽ ഓപ്പറേഷൻ ഓഫ് അഡീഷൻ ഓഫ് പോളിനോമിയൽ.
ഓക്കെ, ഇനി ഇത് നെക്സ്റ്റ് വരുന്നത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് കെ ഇൻറ്റു പി ഓഫ് ടി. In P of t is a usual operation of the product of a scalar k and a polynomial pt. അതുപോലെ ഒരു സീറോ പോളിനോമിയൽ ആണെങ്കിൽ ദാറ്റ് ഈസ് സീറോ വെക്റ്റർ ഇൻ പി ടി. ഇനി നമ്മൾ സ്പേസ് എക്സിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മൾ സീറോ എന്ന് പറയുമ്പോൾ സീറോ വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുക സീറോ സീറോ എക്സെട്ര സീറോ ആണ്. n ട്യൂപ്പിൾസ് ആണ് ഒരു സീറോ വെക്ടറിൽ ഒരു സ്പേസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മെട്രിക്സ് ആണ്. നെക്സ്റ്റ് വൺ മെട്രിക്സ് ആണ്. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണെങ്കിൽ എഫിൽ എം ബൈ എൻ. Here this is a space of n by n matrix. n by n matrix. So here f be any field and mn be the positive integers and f mn be the set of all m by n matrices over the field f. So the sum of two vectors a and b in f of n by m by n is defined as a plus b of ij is equal to aij plus bij. ദെൻ സ്കേലാർ എന്ന് പറയുമ്പോൾ എന്തായി, സി എന്ന് പറയുന്നത് സ്കേലാർ ആണെങ്കിൽ സി എ ഇൻറ്റു ഐ ജെ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ ഐ ജെ. അപ്പോൾ അത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനായി. മറ്റേതെന്താണ്, ഒരു രണ്ട് മെട്രിസസ് തമ്മിലുള്ള അഡീഷനാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഫങ്ഷൻ ഫീൽഡ്. ഓക്കെ, സ്പേസ് ഓഫ് എ ഫങ്ഷൻസ് ഫ്രം എ സെറ്റ് ഓഫ് ഫീൽഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എഫ് ബി എനി ഫീൽഡ് ആൻഡ് ലെറ്റ് എസ് ബി എനി നോൺ എം ടി സെറ്റ് ആൻഡ് വി ബി എ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം ദ സെറ്റ് എസ് ഇൻറ്റു എഫ്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഫങ്ഷൻസ് എടുക്കുകയാണ്. ഓക്കെ, എഫ് പ്ലസ് ജി ഇൻറ്റു എസ് എന്നെടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് പ്ലസ് ജി ഓഫ് എസ്. ഓക്കെ, ഇനി വേറൊരു സ്കെയിലാർ എടുക്കുകയാണെങ്കിൽ സി എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സി എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു സി എഫ് ഓഫ് എസ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് റെപ്രസെൻ്റ് ചെയ്യാം, ഫങ്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യാം, വെക്റ്റർ അഡീഷൻ അതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഇതുപോലെ ഇതിൽ വരുന്ന മറ്റൊന്നാണ് സീറോ വെക്റ്റർ, അല്ലേ, സീറോ വെക്റ്റർ ഇൻ ഫങ്ഷൻ. സോ സീറോ വെക്റ്റർ ഇൻ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എ സീറോ ഫങ്ഷൻ സി. സോ ഹിയർ വിച്ച് മാപ്സ് എവറി എക്സ് ഇൻറ്റു എ സീറോ എലമെൻറ്റ്. ഇപ്പോൾ സീറോ ഓഫ് x is equal to what, 0. So for all x is an element of capital X. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നതിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ആണ് ഒരു നോൺ എം ടി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നോൺ എം ടി സെറ്റിലൊരു എലമെൻ്റ് ആണ് എക്സ്. അപ്പം ആ ഒരു ഫംഗ്ഷൻ സീറോ വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിലൊരു ഫംഗ്ഷനാണ് സീറോ ഫംഗ്ഷൻ. അപ്പോൾ ആ സീറോ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, സീറോ ആണ്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു minus f into x. Okay, so here this is the negative of the function f. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വെക്റ്റർ സ്പേസിലുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഒന്ന് സ്പേസ് ആണ്, മറ്റൊന്ന് പോളിനോമിയൽ ആണ്, ദെൻ നെക്സ്റ്റ് വൺ മെട്രിക് സ്പേസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഫങ്ഷൻ സ്പേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെക്റ്റർ സ്പേസിൽ പറയാനുള്ളത്. അപ്പോൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്കേലാർ അഡീഷൻ അതുപോലെ തന്നെ വെക്റ്റർ അഡീഷൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആക്സിയോംസും ഓർത്ത് വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് വെക്റ്റർ സ്പേസ്. താങ്ക് യു.